my dear student, welcome back to Learn and Grow with Sumi. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് 6th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് അതിൻ്റെ യൂണിറ്റ് 1ലെ ചാപ്റ്റർ 3 ആയ ക്രോ ബോയ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചാപ്റ്റർ 1 and 2 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ എന്താണ് ക്രോ ബോയ് നമുക്ക് നോക്കാം. ടാരോ യാഷിമയാണ് ഇതിൻ്റെ ഓഥർ. Let us read a story of shy and quiet boy who had incredible talent that made him special in his own way. വളരെ നാണത്തോടും അതുപോലെ തന്നെ സൈലൻ്റ് ആയിരിക്കുന്ന ഒരു കുട്ടി. അപ്പോൾ അവൻ്റെ ഇൻക്രെഡിബിൾ ടാലൻറ്റ്, അവിശ്വസനീയമായ ടാലൻറ്റ് അവനെ എങ്ങനെയാണ് തൻ്റേതായ രീതിയിൽ സവിശേഷനാക്കിയത് എന്നുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ ക്രോ ബോയ്. നമുക്ക് നോക്കാം. ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് അവർ വില്ലേജ് വൺ ഓഫ് ദ ബോയ്സ് വാസ് ഫൗണ്ട് മിസ്സിങ്. അപ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തിലെ സ്കൂളിലെ ആദ്യത്തെ ദിവസം, ഓക്കെ, വൺ ഓഫ് ദ ബോയ് വാസ് ഫൗണ്ട് മിസ്സിങ്. ഒരു കുട്ടിയെ കാണാനില്ല. ഹി ഹാഡ് ഹിഡൻ ഹിംസെൽഫ് ഇൻ എ സെല്ലാർ ഇൻ ദ സ്കൂൾ ഹൗസ്. നൺ ഓഫ് അസ് ന്യൂ ഹിം. ഹി വാസ് ഡാർക്ക് ആൻഡ് സ്മോൾ. ഹി ലുക്ക്ഡ് ഡിഫറെൻറ്റ് ഫ്രം അതർ സ്റ്റുഡൻറ്റ്. ഹി ലൈവ്ഡ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. ഓക്കെ, അപ്പോൾ ഒരു കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്കൂൾ മുറിയിലെ ഒരു നിലവറയിൽ അവൻ ഒളിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. സെല്ലാറിനെ സ്കൂൾ ഹൗസ് എന്ന് വെച്ചാൽ നിലവറയിൽ. അപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അല്ലേ. നൺ ഓഫ് us knew him. ഹി വാസ് ഡാർക്ക് ആൻഡ് സ്മോൾ. അവന് ഒരു കറുത്തതും അതുപോലെ തന്നെ പൊക്കം കുറഞ്ഞവനുമായിരുന്നു. ഇരുണ്ട നിറമുള്ളവനും പൊക്കം കുറയും. ഹി ലുക്ക് ഡിഫറെൻറ്റ് ഫ്രം അതർ സ്റ്റുഡൻറ്റ്. അപ്പോൾ അവനെ കാണാൻ മറ്റു വിദ്യാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു കേട്ടോ. മറ്റുള്ള വിദ്യാർത്ഥികളെ പോലെ ആയിരുന്നില്ല അവന്. ഹി ലൈവ്ഡ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. അപ്പോൾ അവന് താമസിച്ചിരുന്നത് വലിയൊരു മൗണ്ടെയിൻ, ഒരു പർവ്വതത്തിൻ്റെ മറ്റേ അപ്പുറത്തെ സൈഡിലാണ്. ബിക്കോസ് ഓഫ് ഹിസ് സൈസ് ഹി വാസ് നിക് നെയ്മഡ് ചിബി, വിച്ച് മീൻഡ് ടൈനി ബോയ്. സ്മോൾ ആണെന്ന് പറഞ്ഞല്ലോ, പൊക്കം കുറഞ്ഞവനായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവനെ എല്ലാവരും ചിബി എന്നാണ് വിളിച്ചത് കേട്ടോ. എന്ന് വെച്ചാൽ ടൈനി ബോയ്, ഒരു ചെറിയ കുട്ടി എന്നർത്ഥം. A strange boy was too scared of our teacher to learn anything. അപ്പോൾ ഈ കുട്ടിക്കില്ലേ ഞങ്ങളുടെ ടീച്ചറെ ഭയങ്കരമായിട്ട് പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനക്കൊരു ഒന്നും പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ നമുക്ക് ഓവറായിട്ട് പേടി വരുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല അല്ലേ. ഹി വാസ് ടു സ്കെയർഡ് ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് അതർ ചിൽഡ്രൻ. അതുമാത്രമല്ല മറ്റു കുട്ടികളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ, മറ്റു കുട്ടികളെ ഒന്നും ഫ്രണ്ട്സായിട്ടൊന്നും ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കാൻ പോലും അവനക്ക് പേടിയായിരുന്നു. ഓക്കെ, സോ ഹി വാസ് ലെഫ്റ്റ് അലോൺ അറ്റ് ദ സ്റ്റഡി ടൈം ആൻഡ് പ്ലേ ടൈം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ എല്ലായ്പ്പോഴും ഒറ്റക്കായിരുന്നു കേട്ടോ. സ്റ്റഡി ടൈമിലായാലും പ്ലേ ടൈമിലൊക്കെ ആയാലും. ഹി വാസ് ഓൾവേസ് അറ്റ് ദ ബാക്ക് ഓഫ് ദ ക്ലാസ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് എ ലൈൻ. അപ്പോൾ അവരുടെ ക്ലാസ്സിൽ ഏറ്റവും പിന്നിൽ ഇവനായിരുന്നു കേട്ടോ. അവിടെ ആ പിന്നിലിരിക്കുന്ന കുട്ടിയെ നിങ്ങൾ കാണുന്നില്ലേ. അതുമാത്രമല്ല എപ്പോഴും ലൈനൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ അവസാനമായിരുന്നു അവന് നിന്നിരുന്നത്. ഓക്കെ, ബട്ട് ചിവി ഫൗണ്ട് മെനി വേസ് ടു പാസ് ദ ടൈം ആൻഡ് അമ്യൂസ് ഹിംസെൽഫ്. അപ്പോൾ ചിബി ഒറ്റക്കായിരുന്നു അല്ലേ. അവൻ ആരുമായിട്ട് ഫ്രണ്ട്ഷിപ്പൊന്നും കൂടാറിരുന്നില്ല അല്ലേ. എങ്കിൽ പോലും അവന് സമയം കളയാനും ടൈം പാസ് ചെയ്യാനും അതുപോലെ തന്നെ അവന് സ്വന്തമായിട്ട് ചിരിക്കാനും പല വഴികളും കണ്ടെത്തിയിരുന്നു കേട്ടോ. ടു അമ്യൂസ് ഹിംസെൽഫ് ഹി വുഡ് ജസ്റ്റ് സ്റ്റെയർ അറ്റ് ദ ടോപ്പ് ഓഫ് ഇറ്റ്സ് ഡെസ്ക് ഫോർ എ ലോങ് ടൈം. അപ്പോൾ ഹി വുഡ് ജസ്റ്റ് സ്റ്റെയർ അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് ഡെസ്ക്. സ്റ്റെയർ എന്ന് വെച്ചാൽ തുറച്ചു നോക്കുക. അവനിരിക്കുന്ന ആ ഒരു ബെഞ്ച് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തുറച്ചു നോക്കുമായിരുന്നു. കുറേ നേരം ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുമായിരുന്നു. ഓക്കെ, സംടൈംസ് ഹി വുഡ് ലൈ ഗേസിങ് അറ്റ് ദ സീലിംഗ് ഫോർ ഹവേഴ്സ്. അപ്പോൾ ചില സമയങ്ങളിൽ അവൻ മണിക്കൂറുകളോളം ഈ സീലിങ്ങിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. കാരണം അവനക്ക് ആരോട് സംസാരിക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവൻ ഇങ്ങനെ നോക്കി. There were many things to interest him, the design on the shirt of a boy sitting next to him or what he could see out of the window. അപ്പോൾ അങ്ങനെ അവനക്ക് താല്പര്യങ്ങളുള്ള പല കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ അവന് മുമ്പിലിരിക്കുന്ന കുട്ടിയുടെ ഷർട്ട് അവൻ ഇങ്ങനെ നോക്കിയിരിക്കും കുറേ സമയം, അല്ലെങ്കിൽ വിൻഡോ, ആ ജനലിൻ്റെ പുറത്ത് കാണുന്ന കാഴ്ചകളിലേക്ക് ഇങ്ങനെ കണ്ണു നട്ടിരിക്കും. ഇതൊക്കെയാണ് ഇവൻ്റെ ഹോബീസ്. ഓക്കെ, ഇൻ ദ പ്ലേ ഗ്രൗണ്ട് ചിബി വുഡ് ജസ്റ്റ് ക്ലോസ് ഹിസ് ഐസ് ആൻഡ് ലിസൺ ടു ദ വണ്ടർഫുൾ സൗണ്ട് ദാറ്റ് കെയിം ഫ്രം നിയർ ആൻഡ് ഫാർ. ഇനി ഇവന് ഗ്രൗണ്ടിലാണെങ്കിലോ കളിസ്ഥലത്താണെങ്കിൽ അവനിങ്ങനെ കണ്ണുകളടച്ച് അവൻ്റെ അടുത്ത് നിന്നും അതുപോലെ തന്നെ അകലിൽ നിന്നും വരുന്ന ഒരുപാട് സൗണ്ട്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെ അവനിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു. ആൻഡ് ഹീ കുഡ് ഹോൾഡ് ആൻഡ് വാച്ച് ഇൻസെക്ട് ആൻഡ് ഗ്രാബ്സ് ദാറ്റ് മോസ്റ്റ് ഓഫ് അസ് വുഡൻ ടച്ച് ഈവൻ ലുക്ക് അറ്റ്. അപ്പോൾ അതുമാത്രമല്ല ഇവർക്ക് മറ്റു കുട്ടികൾക്കൊക്കെ തൊടാനും അതുപോലെ നോക്കാനും ചെയ്യാത്ത പ്രാണികൾ, ഇൻസെക്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഗ്രബ്സിനെ, അതിൻ്റെ ലാർവുകളെയൊക്കെ ഇവനിങ്ങനെ പിടിച്ചു നോക്കും. Everyone called him Slowpoke. Even the children in the lower classes, but Slowpoke or not, Chibi came
trudging in the school every day. He always brought the same lunch, a bowl of rice wrapped in a radish leaf. ഓക്കെ, അപ്പോൾ സ്കൂളിലെ എല്ലാവരും അവനെ സ്ലോ പോക്ക് എന്നാണ് വിളിച്ചിരുന്നത് കേട്ടോ. സ്ലോ പോക്ക് എന്ന് വെച്ചാൽ ഒരു വളരെ സ്ലോ ആയിട്ടുള്ള, അതുപോലെ തന്നെ ബുദ്ധിയില്ലാത്തൊരവസ്ഥയാണ് സ്ലോ പോക്ക് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും അവനെ അങ്ങനെയാണ് വിളിച്ചിരുന്നത്. അവൻ്റെ ക്ലാസ്സിലെ ചെറിയ കുട്ടികൾ പോലും അവനെ അങ്ങനെ തന്നെയാണ് വിളിച്ചിരുന്നത്. ഓക്കെ, ബട്ട് സ്ലോ പോക്ക് ഓർ നോട്ട്, ചിബി കെയിം ട്രഡ്ജിങ് ടു സ്കൂൾ എവറി ഡേ. അവന് ഇങ്ങനെ സ്ലോ പോക്ക് ആണെങ്കിലും അല്ലെങ്കിലും എല്ലാ ദിവസവും വളരെ കഷ്ടപ്പെട്ടാണ് അവന് സ്കൂളിൽ എത്തിയിരുന്നത്. ഓക്കെ, ഹി ഓൾവേസ് ബ്രോഡ് ദ സെയിം ലഞ്ച്. അപ്പോൾ അവൻ എല്ലാ ദിവസം വരുമ്പോൾ ഒരേ ലഞ്ചാണ് കൊണ്ടുവരുന്നത് കേട്ടോ. എന്തൊക്കെയാണ്? എ ബോൾ ഓഫ് റൈസ്, കുറച്ച് റൈസും റൈസ് റാപ്പിഡ് ഇൻ എ റാഡിഷ് ലീഫ്. ഓക്കെ, അപ്പോൾ അവൻ എല്ലാ ദിവസവും ഒരേ ലഞ്ചാണ് കൊണ്ടുവന്നിരുന്നത് അല്ല. എ ബോൾ ഓഫ് റൈസ് റാപ്പിഡ് ഇൻ എ റാഡിഷ് ലീഫ്. അപ്പോൾ റാഡിഷിൻ്റെ ലീഫിൽ പൊതിഞ്ഞ നിലയിലുള്ള ചോറ്. ഓക്കെ, ഈവൻ വെൻ ഇറ്റ് ഈസ് റെയിൻഡ് ഓർ സ്ട്രോംഡ് ഹി സ്റ്റിൽ കെയിം ട്രഡ്ജിങ് അലോൺ. അപ്പോൾ എന്താണ്, മഴയാകട്ടെ അതുപോലെ കൊടുങ്കാറ്റാവട്ടെ എന്ത് വന്നാലും അവൻ എപ്പോഴും നടന്നാണ് സ്കൂളിൽ വരുന്നത് കേട്ടോ. ഹി വുഡ് ദെൻ ബി റാപ്ഡ് ഇൻ എ റെയിൻ കോട്ട് മെയ്ഡ് ഫ്രം സീബ്ര ഗ്രാസ്. അപ്പോൾ അവന് മഴയാണെങ്കിൽ അവന് ധരിച്ചു വരുന്ന റെയിൻ കോട്ടില്ലേ, അതൊരു സീബ്ര ഗ്രാസ് എന്ന് പറയുന്ന ഒരു ഗ്രാസിൻ്റെ ഉണ്ടാക്കിയ ഒരു റെയിൻ കോട്ടാണ് കേട്ടോ. 5 years went by and we were in 6th grade. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞത് 1ാം ക്ലാസ് മുതലുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ 5 വർഷങ്ങൾ കടന്നുപോയി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവർ എത്രാം ക്ലാസ്സിലാണ്? 6ാം ക്ലാസ്സിലെത്തി കേട്ടോ. 6th ഗ്രേഡിലാണ്. ദ ലാസ്റ്റ് ക്ലാസ് ഇൻ അവർ സ്കൂൾ. അപ്പോൾ ഇവരുടെ സ്കൂളിൽ 6ാം ക്ലാസ് വരെയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 6ാം ക്ലാസ്, അപ്പോൾ ലാസ്റ്റ് ക്ലാസ് ഇൻ അവർ സ്കൂൾ. അവർ ന്യൂ ടീച്ചർ മിസ്റ്റർ ഇസോബ് വാസ് എ ഫ്രണ്ട്ലി മാൻ വിത്ത് എ കൈൻഡ് സ്മൈൽ. അപ്പോൾ ഞങ്ങളുടെ പുതിയ ടീച്ചറായ ഇസോബ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ. നല്ലൊരു കൈൻഡ് ആയിട്ടുള്ള സ്മൈലാണ്. ഇറ്റ് വാസ് മിസ്റ്റർ ഇസോബ് ഹു ചേഞ്ച്ഡ് ദ വേ ലുക്ക്ഡ് അറ്റ് ചിബി. അപ്പോൾ ഞങ്ങളെല്ലാവരും ചിബിയെ നോക്കിക്കണ്ട ആ ഒരു രീതി ഉണ്ടല്ലോ, അത് ചേഞ്ച് ചെയ്തത് ആരായിരുന്നു? ഞങ്ങളുടെ സാറായ ഇസോബ് ആയിരുന്നു. നോക്കിക്കണ്ട രീതി എന്ന് വെച്ചാൽ എന്താണ്? ഇവരൊക്കെ സ്ലോ പോക്കർ എന്നാണ് വിളിച്ചിരുന്നത് അല്ലേ. എന്താണ് അതിൻ്റെ മീനിങ്? ഒരു ബുദ്ധിശൂന്യൻ അല്ലെങ്കിൽ ഒരു സ്ലോ ആയിട്ട് അല്ലേ, മന്ദഗതിയിൽ നടക്കുന്ന ഒരാൾ, അങ്ങനെയാണ് വിളിച്ചിരുന്നത്. മിസ്റ്റർ യൂസോ ഓഫൻ ടുക്ക് ഹിസ് ക്ലാസ് to the hilltop behind the school. He was pleased to learn that Chibi knew all the places where the wild grapes and wild potatoes grew. അപ്പോൾ ഇസോബ് പലപ്പോഴും സ്കൂളിന് പിന്നിലുള്ള വലിയ ഹിൽ ടോപ്പില്ലേ, കുന്നിന് മുകളിലായിരുന്നു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ചിബിയുടെ വീട് ആ മൗണ്ടൈൻ്റെ പുറകിലാണല്ലോ അല്ലേ, വലിയ മൗണ്ടൈൻ്റെ പിറകിലാണല്ലേ. അപ്പോൾ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ചിബിക്ക് അറിയാമെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു സന്തോഷമായി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള കാട്ടുമുന്തിരിയും അതുപോലെ തന്നെ വൈൽഡ് ഗ്രേപ്സ് എന്ന് വെച്ചാൽ കാട്ടുമുന്തിരി, വൈൽഡ് പൊട്ടാറ്റോസ് എന്ന് വെച്ചാൽ കാട്ടു പൊട്ടാറ്റോസ്, ഓക്കെ, കിഴങ്ങൊക്കെ അവന് അറിയാം അല്ലേ, അതിനെക്കുറിച്ചൊക്കെ അവനക്ക് അറിയാമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഹി വാസ് അമേസ്ഡ് ടു ഫൗണ്ട് ഹൗ മച്ച് ചിബി ന്യൂ അബൌട്ട് ഓൾ ദ ഫ്ലവേഴ്സ് ഇൻ അവർ ഗ്ലാസ് ഗാർഡൻ. അപ്പോൾ അത് മാത്രമല്ല, ഇവരുടെ ക്ലാസ്സിലെ പൂന്തോട്ടം ഇല്ലേ, അതിലത്തെ എല്ലാ പൂക്കളെക്കുറിച്ചും ഇവൻക്ക് എത്രമാത്രം അറിവുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഓക്കെ, അപ്പോൾ അവൻക്ക് പൂക്കളെക്കുറിച്ചും വൈൽഡ് ഗ്രേപ്സിനെ കുറിച്ചും വൈൽഡ് പൊട്ടാറ്റോസിനെ കുറിച്ചൊക്കെ നല്ല അറിവുണ്ടായിരുന്നു കേട്ടോ. ഹി ലൈക്ക്ഡ് ചിബീസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് ആൻഡ് ട്രാക്ക്ഡ് ദം അപ്പ് ഓൺ ദ വാൾ ഫോർ എവ്രി വൺ ടു സീ. അപ്പോൾ ചിബിയുടെ ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള ഡ്രോയിങ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അയാൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്തു, അത് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ചുമരിലൊക്കെ ഒട്ടിച്ചു വെച്ചു. ഹി ഓൾസോ ഹാഡ് നോ കംപ്ലൈൻറ്റ്സ് അബൌട്ട് ചിബീസ് ഹാൻഡ് റൈറ്റിംഗ്. സാറിന് ചിബിയുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ചും ഒരു പരാതി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഓൺലി ചിബി കുഡ് റീഡ് ഇറ്റ്. പക്ഷെ ചിബിക്ക് മാത്രമായിരുന്നു അത് വായിക്കാൻ കഴിഞ്ഞിരുന്നത് കേട്ടോ. അങ്ങനെയായിരുന്നു അവൻ്റെ ഹാൻഡ് റൈറ്റ്. മിസ്റ്റർ എസോബ് ട്രാക്ക്ഡ് സം ഓഫ് വാട്ട് ചിബി റോട്ട് ഓൺ ദ വാൾ ആൻഡ് ഹി ഓഫൺ സ്പെൻഡ് ടൈം ടോക്കിംഗ് ടു ചിബി വെൻ നോ വൺ വാസ് അറൗണ്ട്. ഈ ചുമരിലൊക്കെ എഴുതിയതിൽ ചിലത് മിസ്റ്റർ ഇസോബ എഴുതിയെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമല്ല, ഇവന് ചിബി ഒറ്റയ്ക്കായിരുന്നപ്പോൾ പലപ്പോഴും ഈ സാറ് അവനുമായിട്ട് സമയം ചെലവഴിക്കുമായിരുന്നു, അവനോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ പറഞ്ഞുകൊണ്ട്. ഓക്കെ, when Chibi appeared on the stage at the talent show of that year, no one could believe his eyes. Who is that? ഓക്കെ, അങ്ങനെ ആ വർഷത്തെ ടാലൻറ്റ് ഷോ നടക്കായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ചിബി വേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് കണ്ടപ്പോൾ ആർക്കും തങ്ങളെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അതുപോലെ ആയിരുന്നു അവൻ്റെ വരവ്. ഹൂ ഇസ് ദാറ്റ്? അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ആരാണത്? വാട്ട് ക്യാൻ ദാറ്റ് സ്റ്റുപ്പിഡ് ഡു അപ്പ് ദെയർ? ആ സ്റ്റുപ്പിഡിനെ എന്താണ് അവിടെ ചെയ്യാൻ കഴിയുക അല്ലേ? അവനിങ്ങനെ സ്റ്റേജിൽ വന്നിട്ട് നിന്നപ്പോൾ അവരൊക്കെ പറഞ്ഞു, അവനൊരു സ്റ്റുപ്പിഡ് അല്ലേ, അവൻ എന്താ ചെയ്യാൻ? ബട്ട് ദേ വെയർ ആസ്റ്റൗണ്ടഡ് വെൻ മിസ്റ്റർ
Aesop announced that Chibi was going to imitate the cries of crows. Cries of crows, they had more surprises coming. ഓക്കെ, അപ്പോൾ ചിബി കാക്കയുടെ ക്രോവിൻ്റെ കരച്ചിൽ അനുകരിക്കാൻ പോകുന്നു എന്ന് മിസ്റ്റർ ഇസാബോ പ്രഖ്യാപിച്ചു കേട്ടോ. മൈക്കിലോട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്യുമല്ലോ അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് അത്ഭുതമായി കേട്ടോ. അപ്പോൾ ക്രോൻ്റെ കരച്ചിൽ മാത്രമല്ല അവർക്ക് കൂടുതൽ എന്തൊക്കെയോ സർപ്രൈസസ് ഉണ്ട്. ചിബി ascended the stage. First he imitated the cries of newly hatched crows. അപ്പോൾ ചിവി വേദിയിലേക്ക് കയറി വന്നിട്ട് ആദ്യം പുതിയതായി വിരിഞ്ഞ കാക്കകളുടെ കരച്ചിൽ അനുകരിച്ചു കേട്ടോ. ആദ്യമായിട്ട് കാക്കകളുടെ കുഞ്ഞുണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു കരച്ചിൽ അവൻ ഇമിറ്റേറ്റ് ചെയ്തു. ദെൻ ഹി ഇമിറ്റേറ്റഡ് ദ ക്രൈസ് ഓഫ് മദർ ക്രോ ആൻഡ് ഫാദർ ക്രോ. പിന്നെ മദർ ക്രോ കരയുന്ന രീതിയും ഫാദർ ക്രോ കരയുന്ന രീതിയൊക്കെ അവൻ ഇമിറ്റേറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഓരോന്നും വ്യത്യസ്തമായിട്ടാണ്, എല്ലാവരും ഒരേ രീതിയിലല്ല അല്ലേ, സൗണ്ടിൽ ശബ്ദത്തിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ അവന് നന്നായിട്ട് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഹി ദെൻ വെൻ ടു ഷോ ഹൗ ക്രോസ് ക്രൈഡ് ഏർലി ഇൻ ദ മോർണിംഗ്. പിന്നെ രാവിലെ കാക്കകൾ എങ്ങനെയാണ് കരയുന്നത്. പിന്നെ ഹി ഓൾസോ ഇമിറ്റേറ്റഡ് ദ ക്രൈസ് ഓഫ് ക്രോ വിച്ച് വെയർ ഹാപ്പി ഓർ സാഡ്. പിന്നെ കാക്കകൾ സന്തോഷമായിട്ടുണ്ടാകുമ്പോൾ എങ്ങനെയാണ് കരയുന്നത്, ദുഃഖത്തിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് കരയുന്നത്, ഇതൊക്കെ അവന്. Everybody mind was taken to far mountain seat from which Chibi came to school. അപ്പോൾ എല്ലാവരുടെയും മനസ്സ് ചിബി സ്കൂളിലെത്തിയ ആ വിദൂര മലഞ്ചെരുവിലേക്ക് കൊണ്ടുപോയി കേട്ടോ. എന്ന് വെച്ചാൽ നൗ ദേ കുഡ് ഇമാജിൻ എക്സാക്ട്ലി ദ ഫാർ ആൻഡ് ലോണി പ്ലേസ് വെയർ ചിബി ലൈവ്ഡ് വിത്ത് ഹിസ് ഫാമിലി. അപ്പോൾ അവരിപ്പോൾ ആ ചിബി കുടുംബത്തോടൊപ്പം താമസിക്കുന്ന ആ ഏകാന്തമായ സ്ഥലമില്ലേ, അവിടത്തെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ട് സങ്കല്പിക്കാനായിട്ട് കഴിഞ്ഞു. എന്ന് വെച്ചാൽ അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് അവർ മനസ്സിലാക്കി അല്ലേ. ദെൻ മിസ്റ്റർ ഇസോപ്പ് എക്സ്പ്ലെയിൻ ഹൗ ചിബി ഹാഡ് ലേൺ ദോസ് കോൾസ്, ലിവിങ് ഹിസ് ഹോം ഫോർ സ്കൂൾ അറ്റ് ഡൗൺ ആൻഡ് റിട്ടേണിങ് അറ്റ് സൺസെറ്റ് എവറി ഡേ ഫോർ 6 long years. അപ്പോൾ അതിനുശേഷം ചിബി എങ്ങനെയാണ് ആ സൗണ്ട്സൊക്കെ പഠിച്ചതെന്ന് ഇസോബ് വിവരിച്ചു കൊടുത്തു കേട്ടോ. എന്ന് വെച്ചാൽ 6 നീണ്ട വർഷത്തേക്ക് എല്ലാ ദിവസവും പുലർച്ചെ സ്കൂളിൽ പോകാനും അതുപോലെ സൂര്യാസ്തമയത്ത് തിരിച്ചെത്താനും ആയിട്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ സ്കൂളിൽ എത്തണമെങ്കിൽ അവൻക്ക് അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഓക്കെ, അപ്പോൾ അവൻ ഈ സൗണ്ടൊക്കെ നിരീക്ഷിച്ചു. അതുപോലെ തിരിച്ച് ഈവനിങ് ആവുമ്പോഴാണ്, സന്ധ്യാസമയം ആവുകയാണ് അവന് വീട്ടിൽ തിരിച്ചെത്തുക കേട്ടോ. Every one of us cried, thinking how much we had been wrong to Chibi all those long years. Even group ups wiped their eyes saying, yes, yes, he is wonderful. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിഷമമായി കേട്ടോ. ഇത്രയും നീണ്ട വർഷങ്ങളിൽ ചിബിയോട് ഞങ്ങൾ എത്രമാത്രം തെറ്റ് ചെയ്തു അല്ലേ, അവരോടൊന്നും സംസാരിക്കുക പോലും ചെയ്തിരുന്നില്ല അല്ലേ. അപ്പോൾ അതൊക്കെ ഓർത്തപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ. അവർ ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പോൾ വലിയ കുട്ടികൾ പോലും ഇങ്ങനെ കണ്ണീരൊക്കെ തുടച്ചു. വൈപ്ഡ് ദെയർ ഐസ് സെയിങ് യെസ് യെസ് ഹി ഈസ് വണ്ടർഫുൾ. അവന് വളരെ വണ്ടർഫുള്ളാണ് അല്ലേ, അവന് അത്ഭുതകരമാണെന്ന് പറഞ്ഞു. ചിബി വാസ് ദ ഓൺലി വൺ ഇൻ അവർ ക്ലാസ് ഓണേർഡ് ഫോർ പെർഫെക്റ്റ് അറ്റൻഡൻസ് ത്രൂ ഓൾ ദ 6 years. അപ്പോൾ അവരുടെ സ്കൂളിൽ 6 വർഷവും നല്ല അറ്റൻഡൻസ് ഉള്ള പെർഫെക്റ്റ് അറ്റൻഡൻസ് ഉണ്ടായിരുന്ന ഒരു കുട്ടി ചിബി ആയിരുന്നു കേട്ടോ. ചിബി സ്റ്റിൽ കെയിം ടു ദ വില്ലേജ് ടു സെൽ ദ ചാർക്കോൾ ഹി ഹാഡ് ഹിസ് ഫാമിലി മെയ്ഡ്. അങ്ങനെ ചിബി ഇപ്പോഴും താനും കുടുംബവും ഉണ്ടാക്കിയ ചാർക്കോളൊക്കെ വിൽക്കാനായിട്ട് വരാറുണ്ടായിരുന്നു. ഓക്കെ, ബട്ട് നോബഡി കോൾഡ് ഹിം ചിബി എനിമോർ. പക്ഷേ ഇപ്പോൾ ആരും അവനെ ചിബി എന്ന് വിളിക്കുന്നില്ല അല്ലേ. അത് അവർ കളിയാക്കിയിട്ട പേരാണ് അല്ലേ, അവന് പൊക്കം കുറഞ്ഞതായതുകൊണ്ട്. വി കോൾഡ് ഹിം ക്രോ ബോയ്. ഇപ്പം ഞങ്ങളൊക്കെ അവനെ വിളിക്കുന്നത് ക്രോ ബോയ് എന്നാണ് അല്ലേ. ഹായ് ക്രോ ബോയ്. വി സ്റ്റിൽ ഹിയർഡ് ഹിസ് ഇമിറ്റേഷൻ ഓഫ് ഹാപ്പി ക്രോ ആൻഡ് ഹി റിട്ടേൺ ഹോം അലോങ് ദ മൗണ്ടെയിൻ റോഡ്. അപ്പോൾ മലയോര പാതയിലൂടെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സന്തോഷവാനായ ഒരു കാക്കയെ അനുകരിക്കുന്നത് ഞങ്ങൾ ഇപ്പോഴും കേൾക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് ഈ സ്റ്റോറി? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നല്ലൊരു സ്റ്റോറിയാണല്ലേ. അപ്പോൾ ഇവൻ്റെ ഈ കൂട്ടുകാർ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി അവസാനം ചിബിയോടൊപ്പം കൂടിയല്ലേ. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഇതിൻ്റെ ആക്ടിവിറ്റി ആയിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.